അപ്പോൾ നമ്മോടൊപ്പം ചെണ്ടമേള കലാകാരന്മാരുണ്ട്. പഞ്ചാരിമേളമാണ് ചെണ്ടമേളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചാരിമേളം. അതെ, ഈ പഞ്ചാരിമേളത്തെ കുറിച്ച് പറയണമെങ്കിൽ ഇവര് വേദിയിൽ പെർഫോം ചെയ്തത് 3, 4, 5 കാലമാണ്. പക്ഷെ നമുക്ക് മുന്നിൽ അവർ പെർഫോം ചെയ്യാൻ പോകുന്നത് 5ാം കാലത്ത് അല്ലേ? അങ്ങനെയല്ലേ? അതെ. എവിടെ നിന്നാ വരുന്നത്? ഞങ്ങള് പാലക്കാട് ഭാരത് മാതാ സ്കൂള്. നവനീതും സംഘവും ഇപ്പൊ കൊട്ടിക്കയറുകയല്ലേ? ഈ ഭാരത് മാതാ സ്കൂൾ എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയിരുന്നു, ഡ്രഗ്സ് ക്യാമ്പയിന് വേണ്ടിയിട്ട്. ആ സ്കൂളിലെ കുട്ടികളാണെന്ന് വരുന്നു അല്ലേ? അവിടെ ഇരുന്ന് മറ്റേ സുരേഷ് ഗോപിയുടെ ശബ്ദത്തിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ. അതെ, വളരെ വൈറലായിരുന്നു. അതെ, ഭയങ്കര വൈറലായി. അപ്പൊ എന്തായാലും നവനീതിലെ സംഘത്തിന്റെ ഒരു പ്രകടനം കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. ഹൃദ്യമായതും കാതിനിമ്പമുള്ളതുമായ പ്രകടനം കാഴ്ചവെച്ചു നവനീതും സംഘവും. നിങ്ങളുടെ മത്സരം കഴിഞ്ഞു. ഈ 5ാം കാലം അങ്ങനെ അവൻ കൊട്ടി കയറായിരുന്നു. ആ സമയത്ത് അവന്റെ ഫേസിലെ കോൺഫിഡൻസ് കാരണമായിരുന്നു. അത്ര പെർഫെക്റ്റ് ആയിരുന്നു. ഗംഭീരമായിട്ടുണ്ട്. വന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുക, വന്നിട്ടില്ല. ഞങ്ങളുടെ കഴിഞ്ഞതും അങ്ങനെ ഞങ്ങൾ മാർക്കിട്ട് കഴിഞ്ഞു അല്ലേ? ഗംഭീരമായിരുന്നു.
അപ്പം നന്ദി മോനെ, എല്ലാവർക്കും ആശംസകൾ. നിങ്ങൾ ഗ്രേഡിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.